ആമിൽ അൽ റസൂൽ അധ്യായം 1. ജനാബ് തെയോഫിലോസ്, ആദ്യ കിതാബിൽ ഞാൻ എഴുതിയിരുന്നത് ഈസ തിരഞ്ഞെടുത്ത റസൂലുമാർക്ക് റൂഹുൽ ഖുദ്ദൂസ് വഴി വസിയത്ത് നൽകിയതിനു ശേഷം ജന്നത്തിലേക്ക് എടുക്കപ്പെട്ട ദിവസം വരെ അമല് ചെയ്യുകയും താലീം നൽകുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആയിരുന്നുവല്ലോ. ഈസ അദാബുകൾ അനുഭവിച്ച ശേഷം 40 ദിവസം അവരുടെ ഇടയിൽ റുഹൂറായി അള്ളാഹുവിൻ്റെ രാജ്യത്തെക്കുറിച്ച് താലീം കൊടുത്തു. അങ്ങനെ ഈസ ഹയാത്തിലിരിക്കുന്നുവെന്ന് നിരവധി തെളിവുകളിലൂടെ അവർക്ക് കാണിച്ചു കൊടുത്തു. ഈസ അവരോടൊപ്പം കൂടിയിരുന്നപ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട അബ്ബയുടെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുകയും യഹ്യ വെള്ളം കൊണ്ട് മഅ്മൂദിയ നൽകി. നിങ്ങൾക്ക് ഏറെ താമസിയാതെ റൂഹുൽ ഖുദ്ദൂസിനാൽ മഅ്മൂദിയ ലഭിക്കും. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ ഈസയോട് ചോദിച്ചു, റബ്ബേ, അങ്ങ് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഈ വക്തിലാണോ? ഈസ പറഞ്ഞു, അബ്ബ സ്വന്തം സുൽത്തത്തിനാൽ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുള്ള വക്തുകളോ താരീഖുകളോ നിങ്ങൾ അറിയേണ്ടതില്ല. എന്നാൽ റൂഹുൽ ഖുദ്ദൂസ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഖുവ്വത്ത് കിട്ടും. ജെറുസലേമിലും യഹൂദിയ എല്ലായിടത്തും സമരിയായാലും ദുനിയാവിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് ശുഹൂദുകളായിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഈസ ഉയരത്തിലേക്ക് ശുഹൂദാക്കപ്പെട്ടു. ഒരു മേഘം വന്ന് ഈസയെ അവരുടെ കാഴ്ചയിൽ നിന്നും മറച്ചു. ഈസ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ള ഉടുപ്പ് ധരിച്ച 2 മലക്കുകൾ അവരുടെ മുമ്പിൽ ളുഹൂറാക്കപ്പെട്ടു പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്ന് ജന്നത്തിലേക്ക് എടുക്കപ്പെട്ട ഈസ ജന്നത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ വീണ്ടും വരും. അവർ ജബലു സൈത്തൂനിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഈ സ്ഥലങ്ങൾ തമ്മിൽ ഒരു സാബത്ത് ദിവസത്തെ യാത്രാ ദൂരമാണുള്ളത്. അവർ മദീനയിലെത്തി തങ്ങൾ പാർത്തിരുന്ന ബൈത്തിൻ്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. അവർ സഫ്വാൻ, യൂഹന്ന, യാക്കോബ്, അന്ദുറു, ഫൽബൂസ്, തുമാസ്, ബർത്തലോമിയോ, മത്തായി, യാക്കോബ് ഇബ്നു അൽഫിയാസ്, അർഹാബിയായ ഷിമയോൻ, യൂദാസ് ഇബ്നു യാക്കൂബ് എന്നിവരായിരുന്നു. ഇവർ ഒരേ മനസ്സോടെ ഈസയുടെ ഉമ്മയായ മറിയത്തോടും മറ്റു ഹുർമകളോടും ഈസയുടെ യഹ്വാനീങ്ങളോടുമൊപ്പം ദുആയിരിക്കുകയായിരുന്നു. അന്നൊരു ദിവസം 120ഓളം യഹ്വാനീങ്ങൾ കൂടിയിരുന്നപ്പോൾ സഫ്വാൻ അവരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അഹ്മാരെ, ഈസയെ പിടിക്കാൻ വന്നവർക്ക് വഴികാട്ടിയായിത്തീർന്ന യൂദാസിനെക്കുറിച്ച് ദാവൂദിലൂടെ റൂഹുൽ ഖുദ്ദൂസ് നുബുവത്ത് ചെയ്ത കലിമ കാമിലാകേണ്ടിയിരിക്കുന്നു. അവനെ ഞങ്ങളിൽ ഒരാളായി കൂട്ടുകയും ഖിദ്മത്തിൽ അവന് പങ്കാളിത്തം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവൻ തൻ്റെ ഗുൽമിൻ്റെ ജായിസത്ത് കൊണ്ട് ഒരു പറമ്പ് വാങ്ങി. അവൻ തലകുത്തി വീണു, വയറ് പിളർന്ന് അവൻ്റെ കുടലെല്ലാം പുറത്തു ചാടി. ജെറുസലേം അഹലുകാർക്കെല്ലാം ഈ വിവരം അറിയാം. ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിൻ്റെ വയലിലെന്ന് മഴനയുള്ള അക്കൽദാമ എന്ന് പേര് വന്നു. അവൻ്റെ ബൈത്ത് ശൂന്യമായി തീരട്ടെ, ആരും അതിൽ പാർക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ ഖിദ്മത്തിൻ്റെ സ്ഥാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ എന്നും കിതാബുൽ മസാമീറിൽ എഴുതിയിട്ടുണ്ടല്ലോ. അതിനാൽ റബ്ബായ ഈസ അൽ മസീഹിൻ്റെ അസ്തിയാദത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം ഷാഹിദായിരിക്കണം. യഹ്യയുടെ മഅ്മൂദിയ മുതൽ നമ്മിൽ നിന്ന് ജന്നത്തിലേക്ക് ഉയർത്തപ്പെട്ട ദിവസം വരെ റബ്ബ് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന കാലം മുഴുവനും നമ്മുടെ കൂടെ നടന്നവരിൽ ഒരുവനായിരിക്കണം അവൻ. അവർ ബാർസബാർസ് എന്നു പേരുള്ള യൂസുഫ്, മത്തിയാസ് എന്നീ 2 പേരുകൾ പറഞ്ഞു. യൂസുഫിന് യുസ്തോസ് എന്നു പേരുണ്ടായിരുന്നു. അവർ ദുആ ചെയ്തു, റബ്ബേ, എല്ലാ മനുഷ്യരുടെയും കൽബുകൾ അങ്ങ് അറിയുന്നുവല്ലോ. യൂദാസിന് അർഹമായ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അവൻ ഉപേക്ഷിച്ച സഹാബിയുടെ സ്ഥാനവും ഖിദ്മത്ത് റസൂലിയത്തും കബൂലാക്കാൻ ഈ 2 പേരിൽ ആരെയാണ് അങ്ങ് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് കാണിച്ചു തരണമേ. പിന്നെ അവർ നറുക്കിട്ടു. മത്തിയാസിന് നറുക്ക് വീണു. അവനെ 11 സഹാബിയുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു.